നമസ്കാരം. നമ്മളിപ്പം എന്തിനും ഏതിനും ഒരു സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ നോക്കുന്നത് ഗൂഗിളാണ്. അല്ലെങ്കിൽ ഗൂഗിൾ അല്ലെങ്കിൽ ജെമിനി നോക്കും. എന്നാൽ ഇവരൊക്കെ പറയുന്ന ഉത്തരങ്ങൾ ഉറപ്പായിട്ടും സത്യമാണോ എന്ന് നമുക്ക് ഉറപ്പ് വല്ലതും ഉണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ഗൂഗിൾ എന്ന് പറയുന്നത് ഒരിക്കൽ പോലും ഒരു റൈറ്റ് ആൻസർ തരുന്ന സാധനമല്ല. ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിനാണ്. അതായത് ലോകത്തുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്തിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ചോദിക്കുന്ന കീവേഡ്സ് അനുസരിച്ച് അവർ നമുക്ക് കാണിച്ചു തരും. അതിന് നമ്മൾ നോക്കി മനസ്സിലാക്കണം ഏതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ അല്ല എന്താണ് ശരിയായിട്ടുള്ള കാര്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കരുതുന്നു നമ്മളിപ്പോൾ ഒരു കീവേഡ് അടിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കുന്നു, ആദ്യം ഗൂഗിൾ കയറുന്ന റിസൾട്ടിൻ്റെ ഫസ്റ്റ് വരുന്ന സാധനമാണ് കറക്റ്റ് എന്ന് പല ആൾക്കാരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. അങ്ങനെയല്ല. അത് ആൾക്കാർ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നതും അല്ല ഏറ്റവും കൂടുതൽ കീവേഡ് യൂസ് ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ ആയിരിക്കും ഗൂഗിൾ തരുന്നത്. ഞാൻ പറയാൻ കഴിഞ്ഞാൽ ഈ അടുത്തിടയ്ക്ക് ഒരു സ്ത്രീയെ പെട്ടെന്ന് ഒരു കുഴപ്പമില്ലാത്തൊരു സ്ത്രീയാണ്, പെട്ടെന്ന് അവർ തല കറങ്ങി വീണു. അപ്പനും മക്കൾക്കും ഒന്നും പിടിയിട്ടില്ല എന്താ കാര്യമെന്ന്. അവർ പെട്ടെന്ന് ഇവരെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് BP ഷൂട്ടപ്പായി നിൽക്കുകയാണ്. അവർക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ആ ഡോക്ടർ ഒബ്സർവേഷന് വെച്ചു, മരുന്നൊക്കെ കൊടുത്തു. ഇവരൊന്ന് ഓക്കെ ആയി കഴിയുമ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവർക്ക് ഇവിടെ ഒരു ശാരീരികമായ ഒരു അസ്വസ്ഥത ഉണ്ടായി. അപ്പോൾ ഇവരൊക്കെ റിസൾട്ട് വന്നപ്പോൾ ഇച്ചിരി ഇതൊക്കെ കൂടുതലാണ്, വാല്യൂ ഒക്കെ കൂടുതലാണ്. ഇവരെന്ത് വെച്ചാൽ ഇത് നേരെ ഗൂഗിളിൽ ചോദിച്ചു ഇതെന്താ സംഭവം. ഗൂഗിൾ കൊടുത്ത ഉത്തരം അവരെ പേടിപ്പിക്കുന്ന പോലെയായിരുന്നു. അവരിപ്പോൾ തട്ടിപ്പോകുന്ന രീതിയിലാണ് ഏതാണ്ട് രീതിയിൽ ആ രീതിയിലാണ് ഉത്തരം വന്നത്. ഇവരിത് കണ്ട് ഇവരെ പേടിച്ച് പെട്ടെന്ന് മരിച്ചു പോകുന്ന കരുതി ഇവർക്ക് പെട്ടെന്ന് BP ഷൂട്ടപ്പായി ഇവർ തലയിറങ്ങി വീഴാണ്. ശരിക്കും പറഞ്ഞാൽ അവർക്കുള്ള അസുഖം മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മാറാനുള്ള അസുഖങ്ങളേ ഉള്ളൂ. അതിന് മാത്രമേ വിഷയമുള്ള കാര്യമല്ല. പക്ഷേ നമ്മൾ കറക്റ്റായിട്ടൊരു കൺസൾട്ടിങ് നോക്കാതെ ഡോക്ടറിനെ പോയി കാണാതെ ഈ ഓൺലൈനിൽ കാണുന്ന ഗൂഗിളും അല്ല മറ്റ് ജെമിനിയും മറ്റ് ആപ്ലിക്കേഷനും ഒക്കെ നോക്കിയിട്ട് നമ്മളൊരു കാര്യം വാലിഡിറ്റി നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ കറക്റ്റ് ഉത്തരം കിട്ടണമെന്നില്ല. നമ്മൾ അന്വേഷിക്കുന്ന പല കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഒരു ഇതിൻ്റെയൊക്കെ ഒരു കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഇന്ന് സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആർക്ക് വേണമെങ്കിലും നല്ല പ്രസൻറ്റേഷനുള്ള ഒരു സൈറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വൺസ് നമ്മൾ അടിക്കുന്ന ഒരു ഹിസ്റ്ററി കാര്യങ്ങൾ ഈവൻ നമ്മൾ മരിച്ചു പോയാലും അതവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അതൊക്കെ എടുത്തു തരും. ഇത് കാണിക്കുന്ന എല്ലാം സത്യമാകണമെന്നില്ല. നിങ്ങളത് മനസ്സിലാക്കണം. പല ആൾക്കാർക്ക് ഇത് ഏറ്റവും കൂടുതൽ കഴിഞ്ഞാൽ ചെറുപ്പക്കാർക്ക് പ്രശ്നമില്ല. കാരണം അവർക്ക് പിള്ളേർ ഇത് ടെക്നോളജിയൊക്കെ അറിയാം, അത്യാവശ്യമൊക്കെ ഇതിൻ്റെ തട്ടിപ്പൊക്കെ അവർക്ക് പഠിച്ച് അവർ മിടുക്കരാ. ഇത് അറിയുന്ന എപ്പോഴും ഒരു 40+ അല്ല 50+ ആൾക്കാർക്കായി പ്രശ്നം വരുന്ന മൊത്തം. അവരിപ്പോഴും ഈ പഴയ കാലത്ത് ശരിക്കും നേരെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ പോലും അറിയാൻ പറ്റുന്ന ആൾക്കാരാണ് പലപ്പോഴും. ഫേസ്ബുക്കിൽ ആണെന്ന് പറഞ്ഞാലും ഇൻസ്റ്റാഗ്രാം ഒന്നും ആർക്കും അറിയത്തില്ല. ഇപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് പോലും കറക്റ്റായിട്ട് ഇൻസ്റ്റാഗ്രാം എങ്ങനെയാണ് എൻ്റെ അൽഗോരിതം പ്രവർത്തിക്കുന്നത് അറിയത്തില്ല. പക്ഷേങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഒരു ഇൻഫർമേഷൻ സെർച്ച് ചെയ്യാം. ഇതൊക്കെ ആപ്ലിക്കേഷനൊക്കെ സെർച്ച് ചെയ്യാനൊക്കെ ഉള്ള സാധനമാണ്. പക്ഷേ ഇത് സെർച്ച് എഞ്ചിനാണെന്നുള്ളത് മനസ്സിലാവണം. നമ്മൾ സെർച്ച് ചെയ്ത് കിട്ടുന്ന ലിങ്കുകൾ അതിൽ നിന്ന് വരുന്ന ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഇവർ തന്ന ആ ഉത്തരം അല്ലെ ആരാണ് ഈ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കി അതിൻ്റെ ജെനുവിനിറ്റി നോക്കണം. ഇന്നിപ്പം പറയുന്ന ഒരാൾ നല്ല ഫോട്ടോയൊക്കെ വെച്ച് ആണെന്ന് പറഞ്ഞപ്പോലും അതുപോലും ഫേക്കായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. സൈറ്റുകൾ പലതും ഫേക്കാണ്. കാരണം പലയിടത്തും ഈ ഡോക്ടറാണ് മറ്റാണെന്നൊക്കെ പറഞ്ഞ് വരുന്ന പല വീഡിയോയും ചിലത് AI ജനറേറ്ററാണ്. അല്ലെങ്കിൽ ഈ എഴുതുന്ന പോസ്റ്റ് ഒരാളുടെ ഫോട്ടോ വെച്ചുകൊണ്ട് അയാളുടെ പേജൊന്നും ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. അങ്ങനെയും പറ്റിയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കി മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഹെൽത്ത് ഇഷ്യൂസിൽ ചില ടിപ്സൊക്കെ കൊടുക്കുന്നതിൽ റോങ് ആയിട്ട് നമ്മൾ മെത്തേഡ് യൂസ് ചെയ്ത് ഡോക്ടറിനെ കാണാതെ ഒക്കെ സ്കിപ്പ് ചെയ്തോ ഡോക്ടറെ അടുത്ത് പോകണ്ട എന്ന് കരുതിയിട്ട് നമ്മൾ തന്നെ വീട്ടിൽ റെമഡി നോക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം അസുഖങ്ങളൊക്കെ വളരെ വേസ്റ്റായി പോകും. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു അറിവിലേക്ക് പറയാണ്, ഗൂഗിളിനെ ഭഗവാനായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഗൂഗിൾ ഭഗവാനല്ല, ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിൻ മാത്രമാണ്.